മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ TJS ജോർജ് 97 അന്തരിച്ചു. മണിപ്പാലിലെ ആശുപത്രിയിൽ വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു അന്ത്യം. 2011 രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. കേരള സർക്കാർ നൽകുന്ന പത്രപ്രവർത്തന രംഗത്തെ ഉന്നത അംഗീകാരമായ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2019 അദ്ദേഹത്തിന് ലഭിച്ചു. പത്തനംതിട്ടയിലെ ഇമ്പമൺ ആണ് സ്വദേശം. മജിസ്ട്രേറ്റ് ആയിരുന്ന TT ജേക്കബിൻ്റെയും ചാച്ചിയാമ്മ ജേക്കബിൻ്റെയും മകനായി 1928 ആയിരുന്നു ജനനം. എഴുത്തുകാരൻ, കോളമിസ്റ്റ്, ജീവചരിത്രകാരൻ എന്ന നിലയിൽ സുപ്രധാനമായ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വായനക്കാരുടെ പ്രിയങ്കരനാക്കി മാറ്റിയത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിരുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളമാണ്. നൗ ഈസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്ന തലക്കെട്ടിലാണ് കോളത്തിന്റെ അവസാന ലക്കം എഴുതി 3 വർഷം മുമ്പ് സജീവ പത്രപ്രവർത്തനത്തിൽ നിന്ന് അദ്ദേഹം വിടവാങ്ങിയത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം 1950 ബോംബെയിലെ ഫ്രീ പ്രസ് ജേണലിലാണ് പത്രപ്രവർത്തന ജീവിതം ആരംഭിച്ചത്. പിന്നീട് ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദി സെർച്ച് ലൈറ്റ്, ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ തുടങ്ങിയവയിൽ ജോലി ചെയ്തു. ഹോങ്കോങ്ങിൽ നിന്നുള്ള ഏഷ്യ വീക്കിന്റെ സ്ഥാപക പത്രാധിപർ കൂടിയാണ് TJS ജോർജ്. 1965 ബീഹാർ മുഖ്യമന്ത്രി KB സഹായിയെ ധിക്കരിച്ച് പാട്ന ബന്ദ് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്തതിനെ TJS ജോർജിനെ സർക്കാർ ജയിലിൽ അടയ്ക്കുകയുണ്ടായി. 37 വയസ്സിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട TJS ജോർജ് സ്വതന്ത്ര ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ പത്രാധിപരായി. തൻ്റെ പത്രപ്രവർത്തക ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ഘോഷയാത്ര എന്ന പുസ്തകവും VK കൃഷ്ണമേനോൻ, നർഗീസ്, MS സുബ്ബലക്ഷ്മി, സിംഗപ്പൂർ മുൻ പ്രസിഡന്റ് ലീ ക്വാൻ യൂ എന്നിവരെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥങ്ങളും ശ്രദ്ധേയമായിരുന്നു. ഭാര്യ പരേതയായ അമ്മു, മക്കൾ എഴുത്തുകാരനായ G തയ്യിൽ ഷബ,